Hi friends, once again welcome back to EduTutor. MEG 10 മൈക്കൽ മധുസൂദനൻ ദത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. Michael Madhusudan Dutt was a key figure in the Bengal Renaissance, a period of cultural and intellectual awakening in 19th century India. He is known for bridging Western literary styles with Indian themes, creating a unique and influential body of work. 19ാം നൂറ്റാണ്ടിൽ ബംഗാൾ റിനൈസൻസ് നടക്കുന്ന സമയത്ത് മൈക്കിൾ മധുസൂദനൻ ദത്ത് എന്ന് പറയുന്നത് ഒരു കീ ഫിഗർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോമിനൻ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ആണ് അദ്ദേഹത്തിനെ ഒരു പ്രോമിനൻ്റ് പേഴ്സണാലിറ്റി ആക്കി മാറ്റാനുള്ള കാരണം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ പ്രത്യേകത? കാരണം വെസ്റ്റേൺ ലിറ്റററി സ്റ്റൈൽസ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്, ഇന്ത്യൻ തീംസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ആശയം, തീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മുടെ പ്രോബ്ലംസ്, അങ്ങനത്തെ ഇന്ത്യയെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. അതേസമയം വെസ്റ്റേൺ ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിനെ ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലാക്കി മാറ്റി. Early struggles with English. Dutt initially tried to make a name for himself as an English writer, publishing works like The Captive Lady and Visions of the Past. However, he faced rejection and criticism from British literary circles, realizing he was seen as an outsider. ദത്ത് ഒരു ഇംഗ്ലീഷ് റൈറ്റർ എന്ന നിലയിലാണ് ഇന്ത്യയിൽ പ്രോമിനൻ്റ് ആയത്. അപ്പോൾ ഏതൊക്കെ വർക്ക്സുകളായിരുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സുകളാണ് ദ ക്യാപ്റ്റീവ് ലേഡി 1849, വിഷൻസ് ഓഫ് ദ പാസ്റ്റ്. പക്ഷേ ബ്രിട്ടീഷേഴ്സിൽ നിന്നും ഒരു റിജക്ഷൻ മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചത്. കാരണം അവർക്കറിയാം ഇദ്ദേഹം ഒരു ഔട്ട്സൈഡർ ആണ്, നോട്ട് ബിലോങ് ടു ബ്രിട്ടീഷേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ബ്രിട്ടീഷേഴ്സിന് അറിയുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾക്ക് അവരൊരിക്കലും ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. ഷിഫ്റ്റ് ടു ബംഗാളി. A turning point came when John Eliot Drinkwater Bethune, a British educator, advised Dutt to focus on improving Bengali literature instead of chasing English recognition. Dutt took this advice to heart, shifting his focus to his mother tongue. He wrote in his sonnet, Banga Basa, about abandoning beggars' garments to reclaim the richness of Bengali. ദത്തിൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു വ്യക്തിയാണ് ജോൺ ഈലിയറ്റ്. അദ്ദേഹം അഡ്വൈസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ: നീ വെറുതെ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ വർക്കിൻ്റെ പിന്നാലെ പോയി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് റിജക്ഷൻ മാത്രമാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ പറയുകയാണ് ദത്തിനോട്, നീ അത് വിട്ടുകള, എന്നിട്ട് ബംഗാളി ലിറ്ററേച്ചറിന് കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ ബംഗാളി ലിറ്ററേച്ചറിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്ന ആ ഒരു നിമിഷമാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് തന്നെ സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മദർ ടങ് ആയിട്ടുള്ള ബംഗാളിയിൽ അദ്ദേഹം എഴുതിയ വർക്ക്സുകളാണ് ഒരു സോനറ്റാണ് ബാംഗബാസ, അതുപോലെ ബെഗേഴ്സ് ഗാർമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബെഗേഴ്സ് ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബംഗാളി ജനങ്ങളുടെ റിച്ച്നെസ്സിനെ കാണിക്കുന്ന ഒരു വർക്കാണത്. ബെഗേഴ്സ് ഗാർമെൻറ്റ്സിൻ്റെ പ്രത്യേകത, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഫോക്കസ്ഡ് ഓൺ ഇന്ത്യൻസിന് വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്. Dutt's work in Bengali was revolutionary. Sonnet and blank verse. He is credited with introducing the sonnet form to Bengali poetry and developing Amitrakshar Chanda, blank verse, freeing Bengali poetry from traditional rhyming constraints. Epic reimagining his masterpiece Meghand Bhat Kavya 1861 reinterprets the Ramayana, casting Ravana and his son Meghand as tragic heroes. Modern drama. Dutt wrote his first modern Bengali comedy and tragedy, influencing future playwrights. Legacy. This work reflects a blend of Western and Indian influences,
creating a unique cultural identity. He is celebrated for challenging traditional norms and expanding Bengali literature possibilities. ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് പഠിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, കാരണം ഓൾറെഡി എക്സാമിൻ്റെ സമയമായി. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിന് മുന്നേ വരയ്ക്കുള്ളത് പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഓക്കെ, എനിക്ക് ആവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ എക്സാമിന്. അതുകൊണ്ട് പിന്നെ നാളെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് എനിക്ക് കുറേ പരിമിതിയും ഉണ്ട്. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് അറ്റ് ദ മാക്സിമം. ഓക്കെ, താങ്ക് യു. So we'll meet you with the next video. By then, take care and goodbye.